അത് നിങ്ങളെ പഠിപ്പിച്ച ക്ഷേത്രകടവ് എന്താ ഇപ്പൊ കാന്തപ്പന് ബാഹ്യശക്തിന്റെ സമ്മതിക്കാൻ പോയി. ശംസുലമക്കേ തെറ്റുപറ്റി കബളിപ്പിക്കപ്പെട്ടും സമ്മതിക്കാൻ പോയി. ഇതാണ് പഠിച്ചോൻ തിരിച്ചു തരാറുള്ളത്. എന്തൊരു കഥ. അതെ, തെറ്റ് തിരുത്തി വന്നാല് കാന്തപ്പന് ബാഹ്യ ശക്തി ഇടുന്നോ ഏതെങ്കിലും ശക്തി ഇടുന്നോ ഞങ്ങൾ പറയും. അതെന്താ സംശയം? സമസ്തയോട് ഒന്നിച്ചിട്ട് സമസ്തയ്ക്ക് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഞനക്ക് ബോധ്യപ്പെട്ട് ഞാൻ സമസ്തയോട് യോജിച്ചിലേക്ക് വന്നാൽ എന്ത് അംഗീകരിക്കാൻ പ്രശ്നം? ഇതൊന്നുമില്ലാതെ നിങ്ങൾ അദ്ദേഹത്തിന് കൊടിവീശാൻ പോയില്ലേ? അദ്ദേഹത്തിന്റെ കാല് വെക്കാൻ പോയില്ലേ? അദ്ദേഹത്തിന്റെ വോട്ട് വാങ്ങാൻ പോയില്ലേ? എടാ, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിലോ? നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ പോയത്? ഇത് നല്ല രസമല്ല. ഒരു ക്ഷമാപണം നടത്താതെയും അല്ലെങ്കിൽ ഞാൻ ലീഗിനോട് ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ സുഹാബികളോട് ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ വഹാബികളോട് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അയാൾ പറഞ്ഞോ? ഇല്ലല്ലോ. അയാൾ എന്താ പറഞ്ഞത്? സമസ്തയിടത്തേക്ക് എനിക്ക് വന്ന തെറ്റായിപ്പോയി, സമസ്തയുടെ ആ തീരുമാനം ഞാൻ എടുത്തത്, സമസ്തയോടുള്ള എതിർപ്പെടുത്തത് അത് തെറ്റായിപ്പോയി, അത് തെറ്റിച്ചവർ എന്നെ പലരുമുണ്ട് എന്നല്ലേ അയാൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ തെറ്റായി പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വരുമ്പം ഇരു കൈ കൂട്ടി സ്വീകരിക്കണോ? അത് ഇരിക്കുന്ന ബേജാറ് രണ്ട് സുന്നി കൂടെ ഒന്നിച്ചാൽ എനിക്ക് ബേജാറല്ല. നീ മൂത്രച്ച് നീ ഒഴുകിപ്പോടാ. ആടെ ഞങ്ങൾ ഒന്നിക്കൂടാ. ഞങ്ങൾ വേണ്ടി വന്നാൽ ഒന്നിക്കും. അത് ലയിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ ഐക്യോ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ജിബ്രി മുത്തക്കോയത്തക്കളും 40 മുഷാവറിയും എന്തു പറയുന്നുവോ അത് ഞങ്ങൾ ശിരസാൽ വഹിക്കും. മനസ്സിലായോ? അതൊന്നും ഇനി തടയാൻ നിന്നെ കൊണ്ടോ നിന്റെ രാഷ്ട്രീയ ഉപ്പുപ്പാനെ കൊണ്ടൊന്നും കയ്യിലടോ. അറിയോ? അത് ചെലച്ചടോ കാന്തപുരം. ശംസുലമ കബളിപ്പിക്കപ്പെട്ടു. ഇനി ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിന് വാങ്ങി അതിന് മൂട് താങ്ങിയിടും മുണ്ടുപാറ ക്ഷേത്രക്കടവൊക്കെ. മനസ്സിലായില്ലേ? അയാൾക്ക് നല്ലോണം തിരിന്ന് അയാൾ അന്നുള്ളതാണ്. അയാൾക്ക് കൂടുതൽ തിരിന്ന് വിപരീതങ്ങളും പറഞ്ഞാ. നീ എടോ അയാൾ എന്താ പറഞ്ഞത്? എനക്ക് തെറ്റിട്ടീന്നാ, ശംസുലമക്ക് തെറ്റിട്ടല്ല. അയാൾ അങ്ങനെയാ പറഞ്ഞത്. നിനക്ക് മനസ്സിലാവാൻ ഉത്തരവാദിയാ? എനക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ബാഹ്യ ശക്തികൾക്ക് അടിമപ്പെട്ടു പോയി, അന്ന് എന്നെ ചതിച്ചു, എന്നെ ചതിച്ചു എന്നാ പറഞ്ഞത്. നല്ല രസാത്. അയാൾക്ക് തെറ്റുപറ്റിയത് അയാൾ വന്നിട്ട് പറയുന്നു. അല്ലാതെ ശംസുലമക്ക് തെറ്റിട്ടല്ല. ശംസുലുലമ എന്റെ ഉസ്താദാണ്, മഹാനാണ്. എന്തൊക്കെയാ പറഞ്ഞത്? നീ നേരെ ഉൾട്ട കൊണ്ടല്ലടാ. അത് അക്കീം ബഷീറോട് പോയിട്ട് പറ, ഞങ്ങളോട് പറയണ്ട. കാരണം ബാഹ്യ എടുത്ത കളവും വഹാബിസവും പഠിപ്പിക്കല് അത് നിന്റെ ഉസ്താദിന്റെ പണിയല്ലേ? അല്ലേ? അക്കീം ബഷീർ എന്ന് പറയുന്ന ഉസ്താദിന്റെ പണിയല്ലോ. പിന്നെ ചില തങ്ങന്മാരുണ്ടാവും, അവര് തങ്ങന്മാരുടെ ഇപ്പം തമ്മൊന്നും കുടുംബത്തുണ്ടാവില്ല. എല്ലാം വഹാബിസത്തിൻ്റെതാ. ഇപ്പൊ അവര് പഠിപ്പിക്കുകയും ചെയ്യുന്നത് വഹാബിസാ. ഇനി നാളെ അവരൊക്കെ തെറ്റി ഇതുപോലെ വന്നിട്ട് പറയും ഞങ്ങൾ പെട്ടുപോയി, ഞങ്ങൾ അന്ന് പെട്ടുപോയതാണ് എന്ന്. ഇതേപോലെ ഒരു ദിവസം വന്നിട്ട് ഈ ഇപ്പം പോയ വാപ്പിയും അതേപോലെ ഉദവിയെല്ലാം വന്നിട്ട് പറയും മോനെ നീ എന്താ വിചാരിച്ചത് സമസ്തയാന്ന് വന്നിട്ട് പറയും. സുഹാബികളെ വഹാബികളെ, നിങ്ങൾ എത്ര കാലം വരെ നിങ്ങൾ ഈ സമസ്തക്കെതിരെ പൊരുതിയ നിങ്ങൾക്ക് രക്ഷയില്ല. ഇത് കടലാന്ന്, ഇതൊരു കടലാന്ന് സമസ്ത എന്ന് പറഞ്ഞാല്. മനസ്സിലായ? ഈ കടലില് ഈ ചെറിയ തോടൊന്നും ഒന്നും അല്ലാന്ന്. മനസ്സിലായ? ഈ ചളിത്തോടാന്ന്, ചളിത്തോട്. അതൊന്നും വലിയ കാര്യമല്ല. ഇത് കടലാന്ന്. ഈ കടലിൽ അങ്ങനെ കച്ചറയുണ്ട്, അതെല്ലാം അടിച്ച് പുറത്തേക്കിടും. കടലിന്റെ നടുക്ക് അങ്ങനെ കച്ചറയൊന്നും വെച്ചേക്കൂല. കടല് എന്താക്കൂ? അത് അടിച്ച് കൊണ്ടത് കരക്കം കണ്ടിട്ട് പുറത്തേക്കിടും. മനസ്സിലാ? അപ്പൊ ഇത് കടലാന്ന്. അപ്പൊ ഇതിലേതെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ അതെല്ലാം അടിച്ച് പുറത്തിടും. അതിലെടുത്ത് പുറത്തിട്ട് തന്നെ ഈ അക്കീം ബൈച്ചി, പിന്നെ കുറച്ച് ഉദവി, കുറച്ച് ഉദാവി എന്ന് പറഞ്ഞ ഉദാവി, ഇത് പിന്നെ കുറച്ച് മറ്റേ വഫിയും ഇത് അത് ഞങ്ങൾ ചവിട്ടി പുറത്താക്കിയ കാലത്തിനെയും. മനസ്സിലായില്ലേ? അത് ഈ കടല് പുറത്തിട്ടാണ്, ഈ ആ കച്ചറ എടുത്ത് പുറത്തിട്ടാണ് കടല്. അത്ര വിചാരിക്കണോ? എന്നാൽ ഈ കടലിലെ വെള്ളം കുറയോ? ഇല്ല. ഏത്? കടലിലെ വെള്ളം തന്നെ ഉണ്ടാവും. നിങ്ങൾ അത് വിചാരിച്ചോ? ഏപ്പിനെ എന്തുകൊണ്ട് പുറത്താക്കിയാലും ഏപ്പി തെറ്റ് കുറ്റം ഞാനൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട കടമ നമുക്കുണ്ടെന്ന്. അത് രസമുള്ളത്. നേരെ കുറിച്ച് എനക്ക് തെറ്റുപറ്റിയെന്ന് പറയാത്ത അദ്ദേഹത്തിന്റെ ചെരുപ്പ് നക്കിയില്ല നിങ്ങള്.
ഈ പറയുന്ന രാഷ്ട്രീയക്കാരനും ഈ സുഹാബി വഹാബിയും അതെന്തരം നിങ്ങൾക്ക് പൊള്ളായിനി? എന്നേരം എവിടെ പോയിരുന്നു നിങ്ങൾ? ആ ചോദിക്കുന്നു കല്ലായി സാഹിബ് ഉസ്താദാണ് ശരി, ഉസ്താദാണ് ശരി 4 വട്ടം പറയുമ്പം നിങ്ങൾ എവിടെ പോയേ? എന്തേ നിങ്ങൾക്കൊന്നും നാവുണ്ടായി? ഇന്നും പറഞ്ഞോളൂ നിങ്ങളെല്ലാം. അത് രസമല്ലത്. ഇന്നും പറഞ്ഞോ അയാൾ കുറ്റക്കാരനാണ്, അയാൾ തെറ്റുകാരനാണ്, അയാൾ ശരിയെന്ന് അങ്ങനെ പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? പറയടോ. ഇപ്പൊ സമസ്തയുമായിട്ട് ഒരു ലയനമോ അല്ലെങ്കിൽ ഒരു ഐക്യമോ എന്തോ ഒന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് എന്താ അലളുന്ന്? ഇവിടെ സുന്നികൾ ഐക്യപ്പെട്ടുകൂടാ അല്ലേ? അപ്പൊ വഹാബി തകരും. വഹാബി ആശയം തകരും. അതിന്റെ പ്രശ്നം അല്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നശിച്ചു കാണണമെന്ന് ഒരൊറ്റ ഷജറക്കാരനും ആഗ്രഹിക്കൂല. അത് നന്നായി കാണാൻ വേണ്ടിയിട്ട് അവസാന ശ്വാസം വരെ പണിയെടുക്കുകയും ചെയ്യും. കാരണം എന്താ പറയുക, ഞങ്ങൾക്ക് മഹാനായ ബാഫകിതങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പം ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധി അനുഭവപ്പെട്ടു. ആ സമയത്ത് പാണക്കാട് പൂക്കോയത്തങ്ങൾ പ്രസിഡൻ്റായിട്ട് വരികയാണ്. അങ്ങനെ പൂക്കോയത്തങ്ങൾ പ്രസിഡൻ്റായി വന്നതിനെ തുടർന്നാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. അതിൻ്റെ ശേഷം മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം ലീഗിനെ വളരെ ശക്തമായി വളർത്തിയെടുത്തു. പൂക്കോയത്തങ്ങളും CH അത് വല്ലാത്തൊരു നാമധേയമായിരുന്നു. അങ്ങനെ കോയ ലീഗ് എന്നാ പറയൽ തന്നെ. കാരണം മുസ്ലിം ലീഗിനെ അത്രയും കൂടുതൽ കെട്ടിപ്പടുത്തത് കോയ സാഹിബായിരുന്നു. അങ്ങനെ പൂക്കോയത്തങ്ങൾ മരണപ്പെട്ടപ്പം CH വളരെയധികം വിഷമിച്ചു പോയി. മഹാനായ CHന് ഒരു നാഥനില്ലാത്ത അവസ്ഥയായി, ഒരത്താണിയില്ല. അന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ തൻ്റെ മൂത്ത പുത്രൻ 27 വയസ്സ് പ്രായമാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരാൻ അത്ര കെൽപ്പുള്ളൊരു കാലഘട്ടമായിരുന്നില്ല. കാരണം രാഷ്ട്രീയത്തിലെ സർവ്വവിധ വല്ലന്മാരും വാഴുന്നൊരു കാല. കെ കരുണാകരൻ, ആൻ്റണി, KG മാരാർ, EMS, അതേപ്രകാരം തന്നെ EK നായനാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് രാഷ്ട്രീയത്തിലെ വലിയ വലിയ ഗായകന്മാർ നിലകൊള്ളുന്നൊരു ഘട്ടമാണ്. അപ്പോൾ CH മുഹമ്മദ് കോയ സാഹിബ് ഒരു വെള്ള അംബാസഡറിൽ പാണക്കാട്ടിൽ നിന്ന് ചാപ്പനങ്ങാടിയിലേക്കൊരു യാത്ര ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൻ്റെ സൂഫിവര്യനായ ആത്മീയ ജ്യോതിസായ സമസ്തയുടെ വെള്ളി നക്ഷത്രമായ ആ പ്രിയപ്പെട്ട ബാപ്പു മുസ്ലിയാരുടെ വീട്ടിലേക്കായിരുന്നു. മഹാനായ CH അവിടെ എത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ, ഞങ്ങൾക്ക് നേതൃത്വത്തെ തിരഞ്ഞെടുത്ത് തരണം, അതിനങ്ങ് പാണക്കാട്ടേക്ക് വരണം. അങ്ങനെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പാണക്കാട്ടേക്ക് യാത്രയാവുകയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവസാന അന്തിമ ചർച്ചയ്ക്ക് ശേഷം ശിഹാബ് തങ്ങളെ തെരഞ്ഞെടുത്ത് ആത്മീയമായ ധൈര്യവും സ്ഥൈര്യവും, പിതാവിൻ്റെ ഒറ്റ ത്രോയനായിരുന്നു ബാപ്പു മുസ്ലിയാർ പൂക്കോയത്തങ്ങളെ. അങ്ങനെ പണ്ഡിതന്മാരുടെ അനുഗ്രാശിസുകളോടുകൂടി 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ കസേരയിൽ ഇരുത്തി പ്രാർത്ഥന നടത്തി. ഇങ്ങനെ ആശീർവാദം കൊടുത്ത് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സമസ്ത. ഈ സമസ്തയുടെ സമന്നതനായ ബാപ്പു മുസ്ലിയാരുടെ പ്രാർത്ഥന ശിഹാബ് തങ്ങൾക്ക് മരണം വരെ മുതൽക്കൂട്ടായിരുന്നു. ഒരു വിഷയത്തിലും തങ്ങൾക്ക് എന്തുണ്ടായിട്ടില്ല, പതറേണ്ടി വന്നിട്ടില്ല. എന്നും യശസ്സും അഭിജാത്യവും, എന്നും യശസ്സും അഭിമാനവും അന്തസ്സും സംഘടനാ തീരുമാനങ്ങളും വാനോളം ഉയർന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഷജറകളുടെ നേതാവാണ് ബാപ്പു മുസ്ലിയാർ, ഷജറകളുടെ നേതാവാണ് പൂക്കോയത്തങ്ങൾ, ഷജറകളുടെ നേതാവാണ് ശിഹാബ് തങ്ങൾ, ഷജറകളുടെ എല്ലാമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ ഞങ്ങൾ കൈയൊഴിക്കില്ല. പക്ഷേ അതിനെ ആരെങ്കിലും തൻ്റെ സ്വന്തം ഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തുരങ്കം വെക്കാൻ വന്നാൽ, ആ കപ്പൽ ഓട്ടയാക്കാൻ വന്നാൽ, അല്ലെങ്കിൽ ആ കപ്പലിൽ കള്ളനുണ്ടെങ്കിൽ യൂനുസ് നബി അലൈഹി സ്വലാമിനെ അവർ ചെയ്തതുപോലെ
ഞങ്ങളും അവരെ മാറ്റി നിർത്തും. ശരിയായ ദിശയിലൂടെ ആ നേതൃത്വം ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരു സംഗതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രക്രിയയിൽ ഷജറകൾ ലീഗിനെതിരാണെന്ന് ആരും പറയേണ്ട, ആരും വിശ്വസിക്കേണ്ട. എല്ലാ എൻഡോസൾഫാന്മാരെയും ഞങ്ങൾ ഇവിടെ നിർവീര്യമാക്കും. അതിനുള്ള ആത്മീയമായ കഴിവ് ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ അന്നേ നൽകിയിട്ടുണ്ട്.